അങ്ങനെ ഇന്ന് ദൃശ്യം 3 റിലീസായിരിക്കുകയാണ്. ദൃശ്യം 1, 2 ദൃശ്യം 2 കൂട്ടൊരു വളരെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ച് ഒരിക്കലും ദൃശ്യം 3ക്ക് ആരും ടിക്കറ്റ് എടുക്കരുത്. ദൃശ്യം 3 തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട, മസ്റ്റായിട്ടും തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട, ആ തിയേറ്ററിൽ ഫീൽ ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. കാരണം ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ സീക്വൻസ് ആയിട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ത്രില്ലിങ് എലമെൻറ്റ്സ് തന്നെ ദൃശ്യം 3-ലുണ്ട്. പക്ഷെ ഒരിക്കലും ദൃശ്യം 2-നെ കൂട്ടൊരു പെർഫെക്റ്റ്ലി ത്രില്ലിംഗ് ആയിട്ടൊരു പടമായിട്ട് ദൃശ്യം 3 ഒരിക്കലും കണ്ടുകൊണ്ട് പോകരുത്. ഓൾറെഡി സംവിധായകൻ പറഞ്ഞുകൊണ്ട് തന്നെ ദൃശ്യം 3 അവരുടെ ഇമോഷണൽ, അതായത് ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അവരുടെ ഇമോഷൻസ്, എങ്ങനെയാണ് അവരുടെ ലൈഫ് മാറുന്നത്, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു, അതായത് ജോർജ് കുട്ടിയുടെ ഫാമിലിയിലും ആയിക്കോട്ടെ, ഗീതാ പ്രഭാകറുടെ ഫാമിലിയിലായിക്കോട്ടെ, എന്തൊക്കെ ഡിഫറൻസ് വരുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതിലോട്ട് അത്യാവശ്യം വേണ്ട, അതായത് ദൃശ്യം സീരീസിന് വേണ്ട ഒരു മിനിമം ത്രില്ലിംഗ് എക്സ്പീരിയൻസ് സെക്കൻഡ് ഹാഫിൽ കൊടുത്തിട്ടാണ് ഈ പടം വെക്കുന്നത്. ഈ സീരീസിൽ ദൃശ്യം 3 എന്നുള്ള സീരീസിൽ ഈ പടം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത് തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് പോയി കാണണം. ആദ്യം തന്നെ കാണുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിരിക്കും.